കണ്ടില്ലേ, നിങ്ങൾ ഈ കണ്ട വാർത്ത മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസം, മലയാള സിനിമയുടെ മൂത്തവൻ ഈ ഒരു പ്രൊട്ടസ്റ്റിന് അനുകൂലമായിട്ട് ഐക്യദാർഢ്യമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിന്റെ നിധി. അവരുടെ ശബ്ദം ശ്രദ്ധിക്കുക, അവരെ സംരക്ഷിക്കുക, അവരെ ശാക്തീകരിക്കുക, അവരെ അടിച്ചമർത്താതിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് മമ്മൂക്ക പറയുന്നത്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് തന്നെ രാജ്യദ്രോഹിയാവാൻ പോകുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒന്ന്, വേടൻ CJPക്ക് ഐക്യദാർഢ്യവുമായിട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു പരിപാടി അവതരിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ടൊവിനോ എന്ന് പറയുന്ന ആ ഒരു കലാകാരനും ഇവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് രംഗത്തേക്ക് വന്നു. ഇതിലൊക്കെ ടൊവിനോ പറയുന്നത് റൈറ്റ് ആൻഡ് റോങ് മേ ബി റിലേറ്റീവ്, ബട്ട് ദിസ് ഈസ് സെർട്ടൻലി നോട്ട് ദി വേ to handle a peaceful protest. When the future generation of a nation speaks up and their voices are met with a repressive force, it is the future itself that is being stamped down. It is faith in democracy that is being drained away. What did these students do wrong? Did they destroy property? Did they resort to violence? What exactly did they do to deserve this treatment? ഇങ്ങനെ അവരെ അടിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്തത്? അവർ നമ്മുടെ നേഷനെതിരെ എന്തെങ്കിലും ചെയ്തോ? അവരെന്തെങ്കിലും പ്രോപ്പർട്ടീസ്, ഇനി പോലീസിൻ്റെയോ മറ്റുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അവർ തകർക്കുന്ന ഒരു കാഴ്ച ഉണ്ടായോ? അല്ലെ തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായോ? പാർലമെൻറ്റിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഇവരിൽ കൂടി ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ശക്തമായിട്ടുള്ള ചോദ്യവുമായിട്ടാണ് നമ്മുടെ ടൊവിനോ തോമസ് രംഗത്തേക്ക് വന്നത്. ടൊവിനോ തോമസ് ഇത് ചോദിച്ചതിൻ്റെ പിന്നാലെ ഞാനൊരു സാധനം കൂടി കണ്ടു. ടൊവിനോ തോമസിൻ്റെ വീട്ടിലേക്കൊരു മാർച്ച്, വീടിന് മുന്നിൽ വാ മൂടിക്കെട്ടിയും വീടിന് മുന്നിൽ ടൊവിനോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് കുറേ കോലാഹലങ്ങളുമൊക്കെ ആയിട്ട് കുറേ അധികം ആളുകൾ. ഞാൻ നിങ്ങളെന്തായാലും ആ വീഡിയോ കൂടി കാണിച്ചു തരാം. ഇപ്പോൾ CJP സമരത്തെ പിന്തുണച്ച നടൻ ടൊവിനോയുടെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രതിഷേധിക്കുകയാണ്. ഇരിഞ്ഞാലക്കുടയിലെ വീടിന് മുന്നിലേക്ക് വായ മൂടിക്കെട്ടി യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. ജേസൺ ചാമോൾ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നൊക്കെ വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട്. അതിൽ ടൊവിനോ തോമസ് ഒരു പ്രതികരണം വിദ്യാർത്ഥികൾക്കൊപ്പം എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അവിടേക്ക് ഇപ്പോൾ വായ മൂടി കെട്ടിക്കൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എന്താണ് ഈ പ്ലക്കാർഡുകളിലൊക്കെ എഴുതിയിരിക്കുന്നത്? പ്രതിഷേധം അവസാനിച്ചു. ടൊവിനോയുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള വീടിന് മുമ്പിലാണ് യുവമോർച്ച പ്രവർത്തകർ വായ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധ സമരം നടത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ പ്രതിഷേധം ഇവരുണ്ടാക്കാനായിട്ടുള്ള പ്രധാന കാരണം മണ്ണ് വാരിത്തുനിന്ന് വിശപ്പ് മാറ്റിയ യുവതലമുറയ്ക്ക് പിന്തുണ നൽകാത്ത ടൊവിനോ കേരളത്തിന് അപമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവരവിടെ പോയി കിടന്ന് മെഴുകിയത്. അതായത് ടൊവിനോ ഒരു രാജ്യദ്രോഹിയായിട്ട് മാറുന്നതിൻ്റെ ഒരു കാഴ്ച. എന്നാൽ ഈ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ അവന്മാർ കാണിക്കുന്ന തോന്നിവാസത്തിനെതിരെ DYFIയുടെ ചുണക്കുട്ടികളും അതേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് ടൊവിനോയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ടൊവിനോടൊപ്പം നിലകൊള്ളാൻ വേണ്ടിയിട്ടായിരുന്നു. അതോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, DYFI എല്ലായ്പ്പോഴും ചെയ്യുന്ന പ്രവർത്തികൾ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക്, ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പലയിടങ്ങളിലും ഇവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങളുടെ നേർക്കാഴ്ചകളാണ്. അതായത് CJP പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, വിദ്യാർത്ഥി സമരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുന്ന ഇവന്മാരുടെ ഇരട്ടത്താപ്പാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള ചില കാര്യങ്ങൾ. മമ്മൂക്ക ഈ ഒരു പ്രതികരണവുമായിട്ട് വന്നത്, നമുക്കറിയാം മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ മമ്മൂക്ക ഈ രീതിയിലൊരു പരാമർശവുമായിട്ട് വന്നതിൽ അതിന് പിന്നിലുണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസസിനെ പറ്റി കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു മനുഷ്യനാണ് മമ്മൂക്ക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ ഏതൊക്കെ കോണുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു മനുഷ്യന് നല്ല ബോധ്യവുമുണ്ട്. ആ മനുഷ്യൻ എന്നിരുന്നാൽ തന്നെയും ഈ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യും. അദ്ദേഹം എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഒരാളുടെയും മുന്നിൽ ഒരു ഓച്ചാനിച്ച് നിന്നുകൊണ്ടോ ഒരാളുടെയും അടിമയായിട്ട് നിന്നുകൊണ്ടോ ആരുടെയും മുന്നിൽ പോയി നട്ടെല്ല് വളച്ച് കുനിഞ്ഞു നിന്നുകൊണ്ടോ അല്ല. അദ്ദേഹം ആരുടെയും മുന്നിൽ നട്ടെല്ല് വളയ്ക്കത്തില്ലെന്നും പ്രത്യേകിച്ച് സംഘികളുടെ മുൻപിൽ തോറ്റു കൊടുക്കില്ല എന്നും സംഘികളുടെ ഭൃഷ്ടം താങ്ങില്ല എന്നും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് 4 നാഷണൽ അവാർഡുകൾ കിട്ടിയ ഒരു കലാകാരനായിട്ട് മമ്മൂക്ക ഒതുങ്ങിക്കൂടിയത്.
അല്ലെങ്കിൽ 10, 15, 20 നാഷണൽ അവാർഡിന് ലിമിറ്റേഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ലിമിറ്റേഷന് വേണ്ടിയിട്ടുള്ള സിനിമകളുമല്ല മമ്മൂക്ക ചെയ്യുന്നത്. എല്ലാ സിനിമകൾക്കും മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയേനെ. ഇത് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഈ രീതിയിലുള്ള മമ്മൂക്കയുടെ ചില പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ്. മമ്മൂക്ക ഊന്നിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇടതുപക്ഷ അനുഭവമുള്ള അല്ലെ കമ്മ്യൂണിസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കമ്മ്യൂണിസം എന്നതിനേക്കാൾ അപ്പുറം അദ്ദേഹം മനുഷ്യനും മനുഷ്യബന്ധങ്ങൾക്കും മനുഷ്യ സ്നേഹികൾക്കും എല്ലാം വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണെന്നും നമുക്കറിയാം. അറ്റ് ദി സെയിം ടൈം പക്ഷേ ഇതിനെയൊക്കെ വലിയ പ്രശ്നമായിട്ട് കാണുന്ന, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ധരിക്കുന്ന കുറച്ച് ആളുകൾ ആ മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നു. ആ പ്രശ്നത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെ നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇനി മമ്മൂക്കയുടെ വീട്ടിൽ, ഇതിപ്പോൾ ടൊവിനോയുടെയും മറ്റുള്ള പലരുടെയും വീടുകളിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചതിൻ്റെ പ്രധാന കാരണം, ഇനി നാളെ ഇത് മമ്മൂക്കയുടെ വീട്ടിലേക്കും വരും. കാരണം ഇവർ വലിയ തീവ്രവാദികൾ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെ ചാപ്പ് കുത്തപ്പെടും, അല്ലെങ്കിൽ എഴുതി ചേർക്കപ്പെടും. എന്തുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു നേതാവ് അടിമകൾക്ക്, സംഘികൾക്ക് കൊടുക്കുന്നൊരു മറുപടി മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പ്രശാന്ത് ശിവന് അബദ്ധം പറ്റുന്നത്, തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടല്ലല്ലോ. ഇതിനു മുമ്പും എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഷോ കൊണ്ട് വളരെ നന്നായിരിക്കുന്നു പോസ്റ്റ് ഇട്ടു. അതിനുശേഷം എമ്പുരാനെതിരെ BJP-ക്കാർ വലിയ രീതിയിലുള്ള അക്രമവും സൈബർ അറ്റാക്കും ഒക്കെ നടത്തിയ സമയത്ത് അതിന് നേതൃത്വം നൽകി. അപ്പോൾ പ്രശാന്ത് ശിവന് ഇങ്ങനെ വാട്സാപ്പിൽ കിട്ടുന്ന എല്ലാ സാധനവും ഷെയർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഇതൊന്നും ആലോചിക്കാനുള്ള അത്തരം അധ്വാനമൊന്നും അവരെടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ. കള്ളക്കത്ത് ഷെയർ ചെയ്യുക, എന്നിട്ട് അതിന്റെ പേരിൽ വീണ്ടും ഉറച്ചു നിൽക്കുക, അതിൽ പരമാവധി പിടിച്ചു തൂങ്ങി ഹാടി അത് പറഞ്ഞത് വിശ്വസിപ്പിക്കുക. ആരെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നത്? കേരളത്തിലെ മനുഷ്യർക്ക്, ഈ രാജ്യത്തെ മനുഷ്യർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അടുത്തത്, ഇന്നലെ BJP-യുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഹൈഡ്രജൻ ട്രെയിൻ ആക്രമിക്കാൻ നോക്കിയത്. ഇത് ഡൽഹിയിൽ നിന്ന് 1028 കിലോമീറ്റർ ദൂരെയുള്ള തൂങ്ങി ഹാടി അത് പറഞ്ഞത് വിശ്വസിപ്പിക്കുക. ആരെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നത്? കേരളത്തിലെ മനുഷ്യർക്ക്, ഈ രാജ്യത്തെ മനുഷ്യർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അടുത്തത്, ഇന്നലെ BJP-യുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഹൈഡ്രജൻ ട്രെയിൻ ആക്രമിക്കാൻ നോക്കിയെന്ന്. ഇത് ഡൽഹിയിൽ നിന്ന് 1028 കിലോമീറ്റർ ദൂരെയുള്ള ഹൈഡ്രജൻ പാട്നയിൽ നടന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയുകയാണ്. ജന്തർ മന്ദറിലെ കുട്ടികൾ സമരത്തിന് ശേഷം ഹൈഡ്രജൻ ട്രെയിൻ ആക്രമിക്കാൻ നോക്കിയത്. ഇങ്ങനെ കുറെ നുണകൾ, കുറെ ചാപ്പയടിക്കുന്നു. ഇപ്പൊ മോഹൻലാലിന്റെ മകൾ ഇന്ന് തൊട്ട് തീവ്രവാദി ആയി കഴിഞ്ഞു. ഇനിയിപ്പോ മമ്മൂട്ടി അല്പം കഴിയുമ്പോഴത്തേനാവും. ടൊവിനോ തോമസ് ഇന്നലെ തന്നെ ആയി കഴിഞ്ഞു. ഇങ്ങനെ കുഞ്ചാക്കോ ബോബനെ ആക്കാൻ പോകുന്നു. പ്രശാന്ത് ശിവന് കണ്ടില്ലേ, ഇങ്ങനെ ഓരോരുത്തരെയും തീവ്രവാദികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സംഘികളും വങ്കികളും കുങ്ങികളും കമ്മികളും അടിമകളും ജിഹാദികളും സുഡാപ്പികളും എല്ലാവരും. ഇത്രയൊക്കെ അടിമകളാക്കാൻ ശ്രമിച്ചാലും വിമർശിക്കുന്നവർ അവർ വിമർശിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കതിൽ അസഹിഷ്ണുതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം മിസ്റ്റർ. നിങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്ന ജനങ്ങളെ ദ്രോഹിക്കാനാണോ? കേരളത്തിലെ ആളുകളോട് ചോദിക്കുന്ന പോലെ തന്നെ ഞാൻ രാജ്യത്തിരിക്കുന്നവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണോ? ഈ ഒരു കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വേടൻ്റെ കാര്യം. വേടൻ്റെ പരിപാടി ഞാൻ പറഞ്ഞു. വേടൻ്റെ പരിപാടി നടത്തിയ സ്ഥലത്ത് 100 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വേടൻ്റെ മാനേജർ അടക്കമുള്ള വേടനോടൊപ്പം ഉണ്ടായിരുന്ന 100 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കേസെടുത്തത്? വേടൻ CJP പ്രൊട്ടസ്റ്റ് ചെയ്തു, റോഡ് ബ്ലോക്ക് ചെയ്തു, റോഡ് ഉപരോധം നടത്തി എന്നുള്ളതിൻ്റെ പേരൊക്കെ വെച്ചുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് പ്രകാശ് രാജിനെതിരെ ഒരു കേസുണ്ട് കേട്ടോ. വാഗമണ്ണിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു ഭൂമിയുണ്ട്, അത് കയ്യേറി വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടൊരു കേസ്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് നന്നായിട്ട് അറിയാവുന്നേ. ഇപ്പോൾ പെട്ടെന്ന് ED അയക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ അത്രയും ഒരു സന്നാഹങ്ങൾ വേണം. അതിനിടയിൽ ഒരു ED അയക്കാൻ പോലീസ് പ്രൊട്ടക്ഷൻ വിടുക എന്ന് പറയാൻ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയും നൈസായിട്ട് പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ മോദിയും മോദിയുടെ കൂട്ടത്തിലുള്ള ആളുകളും കളിക്കുന്നൊരു കളിയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എന്ത് വന്നാലും വിലങ്ങണിയിക്കണം എന്നാണല്ലോ ഇവരുടെയൊക്കെ തീരുമാനം. പൃഥ്വിരാജ് ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞതുപോലെ വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ, ശബ്ദമുയർത്തുന്നവനെ തുറുങ്കിലടയ്ക്കുന്ന രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ, ശബ്ദമുയർത്താനും വിരൽ ചൂണ്ടാനും തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നീയൊക്കെ എത്രയൊക്കെ കൽത്തുറുങ്കിൽ അടയ്ക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും പ്രതികരിക്കുക തന്നെ ചെയ്യും. ഒരുത്തൻ്റെയും മുന്നിൽ അടിയറവ് വെക്കാത്ത, അല്ലെ ഒരുത്തൻ്റെയും മുന്നിൽ ആണത്തം പണയം വെക്കാത്തൊരു മനുഷ്യനാണ് മമ്മൂട്ടി എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഈ ഒരു വാർത്ത കാണുമ്പോഴും നമുക്കതിന് കൂടുതലായിട്ട് മനസ്സിലാവുകയാണ്.